السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? സുഖല്ലേ? ഇൻഷാ അല്ലാ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്, നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ ആളുകളും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്, ഒരു പ്രശ്നമാണ് വിവാഹം ശരിയാകാണ്ടിരിക്കുക എന്നുള്ളതല്ലേ. യോജിച്ച ഇണകളെ ലഭിക്കുക എന്നുള്ളത് ശരിക്കും ജീവിതത്തിൻ്റെ ഒരു ഐശ്വര്യമാണല്ലേ. ഒരു ആണിന് പെണ്ണാണെങ്കിലും ഒരു പെണ്ണിന് ആണാണെങ്കിലും യോജിച്ച ഒരു ഇണയാകണം എന്നുള്ളതാണല്ലേ. അള്ളാഹു നമ്മളിൽ നിന്ന് വിവാഹപ്രായമെത്തിയ ഒരുപാട് ആളുകളുണ്ട്. യോജിച്ച ഇണകളെ, യോജിച്ച തുണകളെ നൽകി അനുഗ്രഹിക്കട്ടെ. ഓൻ്റെ ഉത്തമ അടിമകളിൽ, ഓൻ്റെ ഉത്തമ ഇബാദുകളിൽ നമ്മളെ എല്ലാവരെയും പടച്ച റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമീൻ ഇൻഷാ അല്ലാ. ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു വരുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ട്, നല്ല യോജിച്ച ഇണയെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലേണ്ട, അതിന് പ്രത്യേകമായിട്ട് നമ്മൾ ചൊല്ലി ദുആ ചെയ്യേണ്ട ഒരു ഇസ്മാണ്. ഇൻഷാ അല്ലാ മനസ്സറിഞ്ഞിട്ട് ഈ ഇസ്മ ചൊല്ലിയിട്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യോജിച്ച ഇണകളെ പടച്ച റബ്ബ് തരും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും, യാതൊരു സംശയവും വേണ്ട. പിന്നെ യോജിച്ച ഇണകളെ ലഭിക്കുക എന്നുള്ളത് മാത്രമല്ല ശരിക്കും ഈ ഒരു ഇസ്മിൻ്റെ ഫലങ്ങൾ, ഗുണങ്ങൾ എന്നുള്ളത്. മറ്റും ഒരുപാട് ഫലങ്ങളുണ്ട്. നമ്മുടെ കാര്യങ്ങളിൽ ഐക്യമുണ്ടാകാൻ, അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളിൽ യോജിപ്പുണ്ടാകാൻ, അതുപോലെ തന്നെ ഒരു യാത്രക്കാരനാണെങ്കിൽ അവനിത് പതിവായിട്ട് ചൊല്ലിയാൽ, വർദ്ധിപ്പിച്ചാൽ ഓൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. അതുപോലെ ഉദ്ദേശിച്ച കാര്യങ്ങൾ പടച്ച റബ്ബ് നിറവേറ്റി തരും എന്നുള്ളതാണ്. ആഗ്രഹങ്ങളൊക്കെ നടക്കും ഇൻഷാ അല്ലാ. എന്താണെങ്കിലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിത്യമായിട്ട് ഒരു നിശ്ചിത എണ്ണം നമ്മൾ ചൊല്ലുക. എത്രയാണോ കഴിയുന്നത് അത്ര തവണ ഡെയിലി ചൊല്ലണം കേട്ടോ. എന്നിട്ട് പടച്ചോനോട് നമ്മുടെ ഈ വിഷയങ്ങളും ഈ വിഷമങ്ങളൊക്കെ പറയുക. പടച്ചോനെ, എനിക്ക് യോജിച്ചൊരു ഇണയെ, ഒരു തുണയെ എനിക്ക് നൽകണേ പടച്ചോനെ. പടച്ചോനെ ഖൈറിലാക്കി തരണേ പടച്ചോനെ, റാഹത്താക്കി തരണേ എന്ന് മനസ്സറിഞ്ഞിട്ട് ഇങ്ങനെ ഡെയിലി ഈ ഒരു ഇസ്മ ചൊല്ലിയിട്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഫലം ഉറപ്പാണ്, യാതൊരു ഡൗട്ടും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല യോജിച്ച ഒരു ഇണയെ, ഒരു തുണയെ ലഭിക്കും, അല്ലെങ്കിൽ നമുക്ക് തരും ഇൻഷാ അല്ലാഹ്. വഫഖന അല്ലാഹ്. എന്താണെങ്കിലും ഇസ്മ ഏതാന്ന് പറഞ്ഞുതരാം. യാ അവ്വലു, യാ അവ്വലു, യാ അവ്വലു, ഇതാണ് ഇസ്മ. മനസ്സറിഞ്ഞിട്ട് ചൊല്ലുക, മനസ്സറിഞ്ഞിട്ട് പതിവാക്കുക, ആത്മാർത്ഥതയോടുകൂടെ ദുആ ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.